ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഈ വീഡിയോ തുടങ്ങുന്നത് നമ്മളെ PSMO കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. ഇഗ്നോയിൽ ഡിസ്റ്റൻസായിട്ട് ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. BA ഇംഗ്ലീഷാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 9:30 മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് വന്നു. അങ്ങനെ ബസ്സിൽ നിന്ന് ഒരാളെയൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ ആ കമ്പനിയായിട്ട് അങ്ങോട്ട് കയറിപ്പോയി. അങ്ങനെ 9:30 എത്തിയിട്ട് 10 മണിയായിട്ടും വന്നില്ല. പിന്നെ 10:30 ആവാൻ നേരത്താണ് ചീഫ് ഗസ്റ്റൊക്കെ വന്നത്. ജസ്റ്റ് മീറ്റിംഗ് മാത്രമല്ല, PSMOയിൽ ഈ വർഷം മുതൽ MA അറബിക്കിൻ്റെ പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു. MLA ആണ് അതിൻ്റെ ഇനാഗ്രേഷൻ വന്നിരുന്നത്. അതുപോലെ തന്നെ PSMO കോളേജിലെ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യുന്ന അസീസ് സാറ് ഈ ഒരു മാസം റിട്ടയർഡ് ആവുകയാണ്. അപ്പോൾ മൂപ്പർക്കുള്ള ഒരു മൊമെൻറ്റോ കൈമാറ്റവും അതുപോലെ ഒരു സെൻഡ് ഓഫ് പാർട്ടി പോലെയൊക്കെ ആയിട്ടായിരുന്നു മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അങ്ങനെ സാറിൻ്റെ പ്രസംഗമൊക്കെ ഭയങ്കരമായിട്ട് ഇൻസ്പയറിംഗ് ആയിരുന്നു. നല്ലൊരു സ്പീച്ചായിരുന്നു. അതുപോലെ മാമിൻ്റെ സ്പീച്ചും വളരെ നന്നായിരുന്നു. അതിനുശേഷം നമുക്ക് ഇഗ്നോയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഈ സാറ് വിശദമായിട്ട് പറഞ്ഞു തന്നു. നമുക്ക് സാറിനെയൊന്നും ഡയറക്റ്റ് പരിചയമുള്ള പേരുകളൊന്നും അറിയില്ല. അങ്ങനെ മീറ്റിംഗൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കുറച്ച് നേരം അവിടെ കാറ്റുകൊണ്ടിരുന്നു. ഇരിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു PSMO കോളേജിന് ഉള്ളിലൊന്ന് കയറാമെന്നുള്ളത്. കാരണം ഈ അടുത്തുള്ള കോളേജായിട്ട് ഇതുവരെ ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ ഭാഗത്തോട്ടൊന്നും വന്നിട്ടില്ല. എൻട്രൻസിൽ എന്തെങ്കിലും ആവശ്യത്തിന് വരിക പോകാമെന്നല്ലാതെ ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്തോന്നും അറിയില്ല. എന്തായാലും PSMO സെൻറ്ററായിട്ട് ചൂസ് ചെയ്തിട്ട് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ബംഗാളി ചേട്ടനെ ഇവിടെ ഫോണിൽ തോണ്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിൻസിപ്പൽ സാറ് പറഞ്ഞിരുന്നു, കാരണം PSMO കോളേജിലെ റെഗുലർ സ്റ്റുഡൻറ്റിനേക്കാളും ഒരു 5-6 ഇരട്ടി ഇഗ്നോ സ്റ്റുഡൻസാണ് പഠിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവർക്കൊക്കെ എക്സാം സമയമൊക്കെ ആകുമ്പോൾ സീറ്റിന് അവൈലബിലിറ്റി കുറഞ്ഞു വരുന്ന സമയമാകുമ്പോൾ ഈ ഒരു ബിൽഡിങ്ങിലൊക്കെ ബെഞ്ചും ഡെസ്കൊക്കെ റെൻറ്റിനെടുത്തിട്ട് എക്സാം നടത്താറുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതാണ് PSMO കോളേജിൻ്റെ മെയിൻ ഭാഗം. മുൻഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്, എവിടേക്കാണ് എന്തൊക്കെയാണെന്നുള്ളതിനൊക്കെ കാണിക്കുന്നൊരു മാപ്പ് പോലെ ആയിട്ട്. അങ്ങനെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു വീട്ടിലോട്ട് ഇറങ്ങാണ്. ബസ്സിൽ കയറി നിൽക്കുകയാണ്. വന്നപ്പോൾ ബസ്സിൽ നിന്ന് ഒരാളൊക്കെ പരിചയപ്പെട്ടിരുന്നു. അതുപോലെ ഈ ഒരു മീറ്റിങ്ങിന് പല സ്ഥലത്തു നിന്നുള്ള ആളുകാരുണ്ടായിരുന്നു. നമ്മളെ നാട്ടിൽ മാത്രമല്ല, PSMO സെൻറ്ററായി ചൂസ് ചെയ്ത എല്ലാ ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരെ കണ്ടു, ഒരുപാട് ആളുകളെ കണ്ടും ചെയ്തില്ല. ഞാൻ കഴിഞ്ഞു.